ഹലോ ഹലോ ആ സുനി, എന്തായടാ? മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ ആണോ? ആ ഞാനിപ്പോൾ വെള്ളത്തിലാ. സാരമില്ലടാ, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒറ്റയ്ക്ക് കടലിൽ പോകുന്നത്. നീ പേടിക്കാണ്ടിരി. ആ വന്നിട്ട് കാണാം. ആ ഓ ലക്ഷണം കണ്ടിട്ട് ഒന്നും ഒക്കില്ലാന്നാ തോന്നുന്നത്. ഓ നോക്കാം. ആ എന്നാ ശരി, നീ വെച്ചോ. ആ ദൈവമേ, കോളൊന്നും കാണുന്നില്ലല്ലോ. കടലിന് ഇത് എന്തു പറ്റി? എന്തു കൊണ്ടാണ് ദൈവമേ? ആരുടെയെങ്കിലും ചിതാഭസ്മമാണോ? കോളില്ലെന്ന് കരുതി ഇന്നിനി തിരിച്ചു പോയിട്ട് കാര്യമില്ല. അവക്കടെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ഇന്നിനി കടലിൽ കഴിയാം. അയ്യോ, കുട്ടിയാ മറ്റേ കുട്ടിയല്ലേ? ടി വിയിലും പത്രത്തിലും ഒക്കെ ഫോട്ടോ കണ്ടിരുന്നു. സത്യത്തിൽ കുട്ടിയുടെ കാര്യത്തിൽ എല്ലാവർക്കും വിഷമമാണ്. എന്തിന്? നഷ്ടപ്പെട്ടത് എൻ്റെ ജീവനല്ലേ? ഈ ഒരു അവസ്ഥ എന്തു പറയണമെന്നറിയില്ല. എല്ലാം ശരിയാവും. പുതിയ സർക്കാരൊക്കെ വന്നില്ലേ? അന്വേഷണ സംഘത്തെ വെച്ച് അവനെ പിടിക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ആരും മാറി മാറി ഭരിച്ചാലും ആ കര രക്ഷപ്പെടാൻ പോണില്ല. എന്നെപ്പോലെ ഇനി ഒരുപാട് പെൺകുട്ടികളുണ്ടാവും. ഏയ്, ഇനി ഉണ്ടാവില്ല. പുതിയ നിയമമൊക്കെ വന്നില്ലേ? 14 സെക്കൻഡ് നോക്കിയ കേസാ. പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? നിങ്ങളൊക്കെ ഉണ്ടായിട്ടാണോ എനിക്ക് ഈ ഗതി വന്നത്? ആദ്യമൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ നീതിക്ക് വേണ്ടി രാവും പകലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും എന്നെ മറന്നു. എന്നെ കൊന്നവൻ നിയമത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് തന്നെയുണ്ട്. പക്ഷെ പിടിക്കില്ല. അതാണ് നമ്മുടെ നാട്.
ഇനിയിപ്പോൾ പിടിച്ചാലും അവനൊരു കുഴപ്പവും വരില്ല. ഇവിടെ ബീഫ് കഴിക്കണതും സ്കൂട്ടറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാത്തതൊക്കെയാണ് ഏറ്റവും വലിയ കുറ്റം. പെങ്ങൾ പറഞ്ഞ് ശരിയാണ്. ഇവിടുത്തെ നിയമം കൊള്ളൂല. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ പിടിച്ച് കഷ്ടിച്ച് കളയാതെ ജയിലിനകത്ത് പിടിച്ചിട്ട് തിന്ന് വീർപ്പിക്കാനേ കൊള്ളൂ. ഇനിയിപ്പോൾ അവനെ പിടിച്ചാൽ തന്നെ എന്താ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ പല ഗൾഫിലോ മറ്റോ ആവണമായിരുന്നു. അവൻ്റെ പൊടി പോലും കാണില്ല. അവനെ എൻ്റെ കയ്യിലങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെ വെറുതെ ഒരു ആവേശത്തിന് പറയാന്നല്ലാതെ. അവനവൻ്റെ വീട്ടിലെ പെൺകുട്ടികൾക്ക് എൻ്റെ അവസ്ഥ വന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ അതിൻ്റെ വിഷമം മനസ്സിലാവും. അല്ലാത്തവർക്കൊക്കെ ഇത് വെറും വാർത്തയാണ്. ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും പരസ്പരം ചർച്ച ചെയ്ത് കൊഴിപ്പിക്കാനുള്ള നല്ല ചൂടുള്ള വാർത്ത. പിന്നെ ഇതിനൊക്കെ വലിയൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? ജനങ്ങളുണ്ടാക്കുന്ന പുതിയൊരു നിയമം വരുന്നത് വരെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നെപ്പോലെ ഇനിയൊരു പെൺകുട്ടിക്കും ഇതേ അവസ്ഥ വരില്ലെന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ പറ്റുമോ? ഇതിനുള്ള ഉത്തരം എന്തു പറയണമെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. ഇതുപോലൊരുത്തനെ കയ്യിൽ കിട്ടിയ ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കില്ല. ഇത് വെറുതെ ഒരു ആവേശത്തിൽ പറയുന്നതല്ല. കാരണം വളർന്നു വരുന്ന ഒരു മകളുണ്ട് എനിക്ക്. ഞാനീ ചെയ്യുന്നത് അവൾക്ക് വേണ്ടി, അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇതുപോലുള്ളവന്മാർക്ക് വേണ്ടി ഞാനടക്കുന്ന ഒരു പറ്റ സമൂഹത്തിൻ്റെ ഒരു പുതിയ നിയമം.